തൃശൂരിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. വിഷ്ണുബ്രഹ്മ, അൽകേഷ്, പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി എന്നിവർ ഉൾപ്പെടുന്ന സംഘത്തെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിയോഫിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിയോഫിൻ, എവിടെ നിന്നാണ് ഈ 3 പേരും പിടിയിലായത്? അവണി ഇന്നലെ വൈകിട്ട് പെരിങ്ങോട്ടുകരയിലെ കരുവാൻകുളം എന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്കാണ്, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണ്, ഇവിടേക്കാണ് ഈ 3 യുവാക്കൾ ഒരു ബൈക്കിലെത്തിയ മൂവർ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. രാത്രി 7:30യോടെയായിരുന്നു സംഭവം. ഇതിന് കാരണമായി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. മറ്റു 2 പേരാണ് വിഷ്ണു ബ്രഹ്മ, അൽകേഷ് എന്നിവർ. ഇവർ 2 പേരും കുറുമ്പിലാവ് സ്വദേശികളാണ്. 2 പേർക്കും 18 വയസ്സ് വീതമാണ് പ്രായം. ഈ 18 പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് കേസിലെ പ്രധാന പ്രതി. ഈ വ്യക്തി, ഈ പ്രായപൂർത്തിയാകാത്തയാൾ, ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയോട് ഇൻസ്റ്റാഗ്രാം വഴി പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് പെൺകുട്ടി നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് കൂട്ടുകാരെയും കൂട്ടി ഇന്നലെ രാത്രി വന്ന സ്ഫോടകവസ്തു എറിയാൻ കാരണമായത് എന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അന്തിക്കാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ വീട്ടിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് ഈ വീടിന്റെ മുറ്റത്ത് വീണാണ് സ്ഫോടകവസ്തു പൊട്ടിത്തെറിച്ചത്. 1/2 കിലോമീറ്ററോളം ദൂരം വരെ ഇതിന്റെ സ്ഫോടക ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ വീട്ടിലെ ഗൃഹനാഥൻ വിദേശത്താണ്. ഈ 4 പെൺകുട്ടികൾ ഉൾപ്പെടെ 6 സ്ത്രീകളാണ് ഈ സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പിന്നീട് റിമാൻഡ് ചെയ്തു. ശരി, തൃശൂരിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിഷ്ണുബ്രഹ്മ, അൽകേഷ്, ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് അറസ്റ്റിലായത്.